ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയിട്ടുള്ള അടിപൊളി ഒരു കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് സ്റ്റവിലേക്ക് മാറ്റി നമുക്കൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെന്തെങ്കിലും കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടിയോളും. അതുപോലെ തന്നെ കോളിഫ്ലവർ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും വേണം കേട്ടോ. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായാണ് തിളക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കോളിഫ്ലവർ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഞാനിത് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ചെറുതാക്കുന്നത് എന്താ വെച്ചാൽ ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ വേവ് കൂടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും ഞാനത് കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നും കൂടിയൊക്കെ ഒന്ന് ചെറുതാക്കി എടുത്താണ്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഇത്തിരി ചേർത്താൽ മതി. നമ്മൾ തിളപ്പിക്കുമ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ചൊക്കെ ഉപ്പ് കോളിഫ്ലവറിൽ പിടിച്ചിട്ടുണ്ടാകും. പിന്നെ ഒരു ഇത്തിരിയും കൂടി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി എടുക്കാനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു കോളിഫ്ലവറുമ്പോൾ തന്നെ നേരത്തെ നമ്മൾ ഊറ്റിയെടുത്തതിൻ്റെ ഒരു ചെറിയ നനവ് ഉണ്ടാകും. അതുതന്നെ മതി കേട്ടോ ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. പിന്നെ കോളിഫ്ലവർ പൊട്ടി പോകാത്ത രീതിയിൽ പതുക്കെ മിക്സാക്കി എടുക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഇതൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം കുറേശ്ശെ കോളിഫ്ലവർ ആയിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ക്രിസ്പി ആണോ വരേക്കും ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് എണ്ണ കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഈ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കോരി നമുക്ക് ആ കോളിഫ്ലവറിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ മസാലയിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ചായൻ്റെ കൂടെയൊക്കെ സ്നാക്കായിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.